വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കെമിസ്ട്രി ചാപ്റ്റർ 1 ദി സോളിഡ് സ്റ്റേറ്റ്. അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതിൽ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതോടൊപ്പം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണേ. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അതിലാദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് മോളിക്കുലാർ സോളിഡ്സിനെ കുറിച്ചാണ്. മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ പേരിൽ തന്നെ ഉണ്ടല്ലോ, മോളിക്കുലാർ സോളിഡ്സിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസ് എന്തായിരിക്കും? മോളിക്യൂൾസ് ആയിരിക്കും. മോളിക്യൂൾസ് ആർ ദി കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഓഫ് എ മോളിക്കുലാർ സോളിഡ്. മോളിക്കുലാർ സോളിഡ്സിലെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മോളിക്യൂൾസ് ആണ്. നമുക്കറിയാം ഈ മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത് തന്നെ ഡിഫറെൻറ്റ് മെത്തേഡിലുള്ള ബോണ്ട്സ് വഴിയാണ് നമ്മുടെ മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്. സോ ആ ബോണ്ടിങ്ങിൻ്റെ ബേസിസിൽ നമുക്ക് വീണ്ടും ഈ മോളിക്കുലാർ സോളിഡ്സിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. അതിലാദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്. സോ നമുക്കറിയാം നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയുമ്പോൾ ആ മോളിക്കുലാർ സോളിഡ് ഫോം ചെയ്തത് എന്ത് വഴിയായിരിക്കും? ഒരു നോൺ പോളാർ ബോണ്ട് വഴിയായിരിക്കും നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് ഫോം ചെയ്തിരിക്കുന്നത്. ദേ കംപ്രൈസ് എയ്തർ ആറ്റംസ്, ഫോർ എക്സാമ്പിൾ ആർഗൺ ആൻഡ് ഹീലിയം, ഓർ ദ മോളിക്യൂൾസ് ഫോംഡ് ബൈ നോൺ പോളാർ കോവാലന്റ് ബോണ്ട്, ഫോർ എക്സാമ്പിൾ H2Cl2 ആൻഡ് I2. നമുക്കറിയാം ഈ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിൽ നോൺ പോളാർ ബോണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിന് ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി. രണ്ട് ആറ്റത്തിനും സെയിം ഇലക്ട്രോ നെഗറ്റീവ് പ്രോപ്പർട്ടി ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? ആരും ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യുന്നത് ഈക്വൽ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നത് ഈക്വൽ ആയിട്ടായിരിക്കും ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പൊളാരിറ്റി ഒന്നും വരുന്നില്ല, അതായത് പ്രത്യേകിച്ച് ഒരു പോസിറ്റീവ് ചാർജോ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജോ ഒന്നും വരുന്നില്ല. സോ അങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ എന്ത് പറയുന്നത്? അത് നോൺ പോളാർ കോവാലന്റ് ബോണ്ട് ആണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബോണ്ടിങ് വഴി ഫോം ചെയ്യുന്ന മോളിക്കുലാർ സോളിഡ്സ് ആണ് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്. ക്ലിയർ ആയല്ലോ? നോൺ പോളാർ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു സെപ്പറേഷൻ ഓഫ് ചാർജ് ഇല്ല അതിൽ. കാരണം എന്താ? രണ്ട് ആറ്റംസും, അതായത് ആ മോളിക്യൂൾ ഫോം ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന രണ്ട് ആറ്റംസും ഈക്വലി എന്ത് ചെയ്തിരിക്കും? ചാർജസിനെ ഷെയർ ചെയ്തിരിക്കും. ഒരാൾക്ക് കൂടുതൽ ചാർജോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കുറവ് ചാർജോ അങ്ങനെ ഒന്നുമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അവയെ, അതായത് പ്രത്യേകിച്ച് പൊളാരിറ്റി ഒന്നുമില്ല, അതുകൊണ്ടാണ് നമ്മൾ അവയെ എന്ത് പറയുന്നത്? നോൺ പോളാർ മോളിക്യൂൾ എന്ന്. സോ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് ആർ സോഫ്റ്റ് ഇൻ നേച്ചർ, വളരെ സോഫ്റ്റ് ആണ്. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. മാത്രമല്ല ഇവയ്ക്ക് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ദേ ആർ സ്റ്റേബിൾ ഇൻ ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ് അറ്റ് സ്റ്റാൻഡേർഡ് പ്രഷർ ആൻഡ് റൂം ടെമ്പറേച്ചർ. നമ്മൾ പഠിക്കാൻ പോകുന്നത് പോളാർ മോളിക്കുലാർ സോളിഡ്സ്. സോ പോളാർ മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ മോളിക്കുലാർ സോളിഡ്സ് ഫോം ചെയ്തിരിക്കുന്നത് എന്ത് ബോണ്ട് വെച്ചായിരിക്കും? പോളാർ ബോണ്ട്സ് ഉപയോഗിച്ചിട്ടായിരിക്കും ഇവിടെ മോളിക്കുലാർ സോളിഡ്സ് ഫോം ചെയ്തിരിക്കുന്നത്. The solids in which the molecules are held together by strong dipole-dipole forces are known as polar molecular solids. So ഇവിടെ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡൈപോൾ ഫോഴ്സസ് ഉപയോഗിച്ചിട്ടാണ്. ഡൈപോൾ ഫോഴ്സസ് എന്ന് പറയുമ്പോൾ എന്താ? ഡൈപോൾ ഫോഴ്സസ് ആർ attractive forces between the positive end of one polar molecule and the negative end of another polar molecule. അതായത് നമുക്കറിയാം പോളാർ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ആ മോളിക്യൂൾസ് ഫോം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ മോളിക്യൂൾസ് തമ്മിൽ എന്താ? ഒരു പൊളാരിറ്റി ഉണ്ട്, ഡിഫറൻസ് ഇൻ ചാർജും ഉണ്ട്. സോ അങ്ങനെ ഡിഫറൻസ് ഇൻ ചാർജ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ പോസിറ്റീവ് ചാർജും അല്ലെങ്കിൽ ആ നെഗറ്റീവ് എൻഡ് പാർട്ടും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. സോ അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൈപോൾ ഫോഴ്സസ്. സോ ഈ സ്ട്രോങ് ഡൈപോൾ ഫോഴ്സസ് വഴി കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന മോളിക്യൂൾസിനെയാണ് നമ്മൾ പോളാർ മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവാനായിട്ട് ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടി കാണിക്കാം. ഇവിടെ എ എന്ന് പറയുന്ന ഒരു ആറ്റം ഉണ്ടെന്ന് വിചാരിക്കാം, അതുപോലെ തന്നെ ബി എന്ന് പറയുന്നതുണ്ട്. സോ ഇവിടെ ബി എന്ന് പറയുന്നത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ്, ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബി ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്ന സമയത്ത് ബി എന്താ ചെയ്യുന്നത്? ഇലക്ട്രോൺസിനെ എപ്പോഴും അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇവിടേക്ക് ഇവൻ്റെ ഭാഗത്തേക്ക്, ബിയുടെ ഭാഗത്തേക്ക് എന്ത് ചെയ്യും? ബി എപ്പോഴും ഇലക്ട്രോൺസിനെ വലിച്ചുകൊണ്ടിരിക്കും.
പുൾ ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം എ എന്തായിരിക്കും? എ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ ചെയ്യുക? ഇലക്ട്രോ പോസിറ്റീവ് വളരെ പോസിറ്റീവായിട്ട് ഇവനെ എപ്പോഴും എന്ത് ചെയ്യും? ഇലക്ട്രോൺസിന് വിട്ടുകൊടുത്തുകൊണ്ടിരിക്കും. സോ അങ്ങനെയാണ് ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നത്. സോ ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് എക്ക് ഒരു സ്ലൈറ്റ്ലി പോസിറ്റീവ് ചാർജും ബിക്ക് സ്ലൈറ്റ് നെഗറ്റീവ് ചാർജുമാണ് ഫോം ചെയ്യുന്നത് കിട്ടുന്നത്. സോ ഇങ്ങനെ ഡിഫറൻസ് ഇൻ ചാർജ് വഴി ഇങ്ങനെ ഡിഫറൻസ് ഇൻ ചാർജ് ഇവിടെ ഉണ്ടല്ലോ. സോ ഇങ്ങനെയുള്ള ബോണ്ടിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളാർ ബോണ്ട് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ ബോണ്ട് ഫോർമേഷൻ വഴി മോളിക്യൂൾസ് ഫോം ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? പോളാർ മോളിക്കുലാർ സോളിഡ്സ്. ക്ലിയർ ആയല്ലോ? ഇവിടെ ചാർജിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഒരെണ്ണം പോസിറ്റീവ് എൻഡും ഈ നെഗറ്റീവ് എൻഡും. സോ ഈ പോസിറ്റീവ് എൻഡും നെഗറ്റീവ് എൻഡും തമ്മിലുള്ള ഫോഴ്സിനെയാണ് നമ്മൾ ഡൈപോൾ ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അട്രാക്റ്റീവ് ഫോഴ്സസ് മൂലമാണ് ഇവിടെ മോളിക്കുലാർ സോളിഡ്സ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവയെ പോളാർ മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയുന്നത്. The atoms combined to form molecules are different in nature. For example, sulfur and oxygen atoms combine to form SO2, which is a polar molecular solids. നമുക്കറിയാം ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്കുലാർ ഫോം ചെയ്യുന്നത് എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും. ഉദാഹരണമായിട്ട് സൾഫറും ഓക്സിജനും കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നത് SO2 ആണ്. അതൊരു പോളാർ മോളിക്കുലാർ സോളിഡ് ആണ്. ഇപ്പോൾ പോളാർ മോളിക്കുലാർ സോളിഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. പോളാർ മോളിക്കുലാർ സോളിഡ്സ് ആർ സോഫ്റ്റ് മെറ്റീരിയൽസ് ആണവ. മാത്രമല്ല അവ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവ നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല ഇവയുടെ മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ നോൺ പോളാർ മോളിക്യൂൾസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവയുടെ മെൽറ്റിംഗ് പോയിന്റ് സ്ലൈറ്റ്ലി ഹയർ ആണ്. Then polar molecular solids exist in liquid and gaseous state at standard room temperature and pressure. പോളാർ മോളിക്കുലർ സോളിഡ് അതുപോലെ തന്നെ ലിക്വിഡ് സ്റ്റേറ്റിലും ഗ്യാഷ്യസ് സ്റ്റേറ്റിലും കാണപ്പെടാറുണ്ട് അറ്റ് സ്റ്റാൻഡേർഡ് റൂം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. എക്സാമ്പിൾസ് എന്ന് പറയുന്നത് സൾഫർ ഡയോക്സൈഡ് അതുപോലെ തന്നെ അമോണിയ. ഇനി അടുത്തത് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. സോ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയുമ്പോൾ ഇവയെ മോളിക്കുലാർ സോളിഡ്സ് ഫോം ചെയ്തത് എന്ത് ബോണ്ട് വഴിയായിരിക്കും? ഹൈഡ്രജൻ ബോണ്ട്സ് വഴിയായിരിക്കും ഇവിടെ മോളിക്യൂൾസ് ഫോം ചെയ്തിരിക്കുന്നത്. ഇൻ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ് ദ ഫോഴ്സസ് റെസ്പോൺസിബിൾ ഫോർ മോളിക്കുലാർ അട്രാക്ഷൻ ആർ ഹൈഡ്രജൻ ബോണ്ട്. ദ ബോയിലിംഗ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ് ആർ ഹയർ ദാൻ ദാറ്റ് ഓഫ് പോളാർ ആൻഡ് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്. പോളാർ ബോണ്ടിനെയും നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിനും കമ്പയർ ചെയ്യുമ്പോൾ ഇവയുടെ ബോയിലിംഗ് പോയിന്റും അതുപോലെ തന്നെ മെൽറ്റിംഗ് പോയിന്റും കൂടുതലാണ്. മാത്രമല്ല ഇവയും എന്താണ്? നോൺ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അതായത് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നില്ല. ഈ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സും ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നതില്ല. മാത്രമല്ല ദേ റിമെയിൻ ആസ് എ സോഫ്റ്റ് സോളിഡ് ആൻഡ് വോളറ്റൈൽ ലിക്വിഡ് അണ്ടർ സ്പെസിഫിക് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിലും പ്രഷറിലും ഇവ സോഫ്റ്റ് സോളിഡായിട്ടും അതുപോലെ തന്നെ വോളറ്റൈൽ ലിക്വിഡ്സ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നതാണ് ഐസ്. H2O എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സിന് ഉദാഹരണമാണ്. അപ്പോൾ ഇത്രയാണ് മോളിക്കുലാർ സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? പോളാർ മോളിക്കുലാർ സോളിഡ്സ്, നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്, ദെൻ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. ഇനി അടുത്തത് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ അടുത്ത ക്ലാസിഫിക്കേഷനാണ്, അതായത് അയോണിക് സോളിഡ്സ്. സോ അയോണിക് സോളിഡ്സ് എന്ന് പറയുമ്പോൾ അതിലെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് എന്തായിരിക്കും? അയോൺസ് ആയിരിക്കും അല്ലേ? അയോൺസ് ആർ ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഓഫ് അയോണിക് സോളിഡ്. അയോണിക് സോളിഡ്സിൽ അല്ലെങ്കിൽ അയോണിക് സോളിഡ്സ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? കാറ്റയോൺസും ആനയോൺസും, അതായത് പോസിറ്റീവ് ചാർജുള്ള അയോൺസും നെഗറ്റീവ് ചാർജുള്ള അയോൺസും തമ്മിൽ കമ്പൈൻ ചെയ്യുന്നത് ഒരു സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വഴി കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ സോളിഡ്സ് ഫോം ചെയ്യുന്നത്. സോ അങ്ങനെ ഫോം ചെയ്യുന്ന സോളിഡ്സിനെയാണ് നമ്മൾ അയോണിക് സോളിഡ്സ് എന്ന് പറയുന്നത്. ദീസ് സോളിഡ്സ് ആർ ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ഇൻ നേച്ചർ. സോ അവയുടെ സ്വഭാവം എന്തൊക്കെയാണ്? അവ വളരെ ഹാർഡാണ്, അതുപോലെ ഒരു ബ്രിട്ടിലാണ്. ബ്രിട്ടിൽ എന്ന് പറയുന്നത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ടൈപ്പാണ്. ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. അവയ്ക്ക് ഹൈ മെൽറ്റിംഗ് അതുപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ്സ് ആണുള്ളത്. ദേ ആർ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. അതായത് സോളിഡ് സ്റ്റേറ്റിൽ ഇവ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നില്ല, ഒരു ഇൻസുലേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് or when dissolved in water, the ions become free to move about and they conduct electricity. എന്നിരുന്നാലോ ഇവ മോൾട്ടൺ സ്റ്റേറ്റിൽ, അതായത് വെള്ളത്തിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സ്റ്റേറ്റിലാണെങ്കിൽ അയോൺസിന് വളരെ ഫ്രീ ആയി മൂവ് ചെയ്യാൻ കഴിയും. സോ അങ്ങനെയുള്ള സ്റ്റേറ്റിൽ ഇവ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടും, കണ്ടക്ട് ഇലക്ട്രിസിറ്റി. മനസ്സിലായല്ലോ? ഇനി അടുത്തത് മെറ്റാലിക് സോളിഡ്സ്. സോ മെറ്റാലിക് സോളിഡ്സ് എന്ന് പറയുമ്പോൾ മെറ്റാലിക് സോളിഡ്സിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്തായിരിക്കും? മെറ്റൽ ആറ്റംസും അതുപോലെ തന്നെ ഫ്രീ ഇലക്ട്രോൺസും ആയിരിക്കും. ഇൻ മെറ്റാലിക് സോളിഡ്സ് ദ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ മെറ്റൽ ആറ്റംസ് ആൻഡ് ഫ്രീ ഇലക്ട്രോൺസ്. The arrangement is made such that the metal atoms remain stationary at fixed positions
ആൻഡ് ഇലക്ട്രോൺസ് ആർ ഫ്രീ ടു മൂവ് ഇൻസൈഡ് ദ ലാറ്റിസ്. സോ ഈ മെറ്റാലിക് സോളിഡിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് പോസിറ്റീവ് ആറ്റംസ് എന്ന് പറയുന്ന ഒരു സ്റ്റേബിൾ പൊസിഷനാണ്, അവയ്ക്ക് സ്റ്റേഷനറി പൊസിഷൻസ് ആണ്, ഈ ലൊക്കേഷനിൽ നിന്ന് മാറാനുള്ള കഴിവില്ല. അതേസമയം ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയ ഇലക്ട്രോൺസിന് ഫ്രീ ആയി എവിടെയും മൂവ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. സോ ഇങ്ങനെ മൂവ്മെൻറ്റിന് ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാനുള്ളൊരു കഴിവുള്ളത് കൊണ്ടാണ് മെറ്റൽസിന് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാനും അതുപോലെ തന്നെ ഹീറ്റ് പാസ് ചെയ്യാനുമുള്ളൊരു കപ്പാസിറ്റി ഉള്ളത്. സോ ദ ബോണ്ട് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ എക്സിസ്റ്റൻസ് ഓഫ് മെറ്റാലിക് സോളിഡ്സ് ആർ സ്ട്രോങ് മെറ്റാലിക് ബോണ്ട്. നമുക്കറിയാം മെറ്റാലിക് സോളിഡ്സ് ഫോം ചെയ്തിരിക്കുന്നത് സ്ട്രോങ് മെറ്റാലിക് ബോണ്ട്സ് വഴിയാണ്. സോ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് മെറ്റാലിക് സോളിഡ്സ് ക്യാൻ ഈസിലി കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ്. ഇങ്ങനെ ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടാണ് വളരെ ഈസി ആയിട്ട് അവയ്ക്ക് ഇലക്ട്രിസിറ്റിയും അതുപോലെ തന്നെ ഹീറ്റും കണ്ടക്ട് ചെയ്യാൻ കഴിയുന്നത്. നമുക്കറിയാം ഒരു മെറ്റലിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഹീറ്റ് ചെയ്താൽ നമുക്ക് മറുഭാഗത്തും ആ ഹീറ്റ് ലഭിക്കുന്നുണ്ട്, കാരണം അവയുള്ള ഇലക്ട്രോണിക്സിന് വളരെ ഫ്രീ ആയി സഞ്ചരിക്കാനുള്ളൊരു കഴിവുണ്ട്. ദെൻ മെറ്റാലിക് സോളിഡ്സ് ഹാവ് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ഇവയ്ക്ക് ഹൈ മെൽറ്റിംഗ് അതുപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ് ആണ്. മാത്രമല്ല ഇവ ഫ്യൂഷൻ എൻതാൽപ്പീസ് എന്ന് പറയുന്നത് വളരെ മോഡറേറ്റ് ആണ് ഇവയിൽ. മെറ്റാലിക് സോളിഡ് ഷോ മോഡറേറ്റ് ഫ്യൂഷൻ എൻതാൽപ്പീസ്. ദെൻ ദേ ആർ മാലിയബിൾ. മാലിയബിൾ മീൻസ് ഇറ്റ് ക്യാൻ ബി കട്ട് ഇൻ ടു ഷീറ്റ്സ്. നമുക്ക് മെറ്റാലിക് സോളിഡ്സിനെ വളരെ ഷീറ്റായിട്ട് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ആൻഡ് ഡക്റ്റൈൽ ആണ്, അതായത് ഇറ്റ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു വയേഴ്സ്. സോ വയേഴ്സായിട്ടും ഇതിനെ മാറ്റാവുന്നതാണ്. സോ ഉദാഹരണമായിട്ട് കോപ്പർ, ഗോൾഡ്, സിങ്ക് ഇതൊക്കെയാണ് മെറ്റാലിക് സോളിഡ്സിൻ്റെ ഉദാഹരണം. മെറ്റാലിക് സോളിഡിൻ്റെ ഈ മാലിയബിൾ, ഡക്റ്റൈൽ ഇങ്ങനത്തുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ കൊണ്ടാണ് ഈ ഗോൾഡ് എന്ന് പറയുന്ന മെറ്റാലിക് സോളിഡ് ഉപയോഗിച്ച് ഒരുപാട് ഓർണമെൻറ്റ്സും ഉണ്ടാക്കാൻ കഴിയുന്നത്. സോ ഇവയെല്ലാം മെറ്റാലിക് സോളിഡ്സിൻ്റെ ഒരു ബേസിക് പ്രോപ്പർട്ടീസ് വരുന്നതാണ്. ഇനി അടുത്തത് കോവാലൻ്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ്. സോ കോവാലൻ്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ സോളിഡ്സ്, ഈ മോളിക്കുലാർ സോളിഡ് ഫോം ചെയ്തിരിക്കുന്നത് ഏത് ബോണ്ട് വഴിയായിരിക്കും? കോവാലൻ്റ് ബോണ്ട് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ബോണ്ട് വഴിയായിരിക്കും. ഇൻ കോവാലൻ്റ് സോളിഡ്സ് ദ ആറ്റംസ് ഓഫ് സെയിം ആൻഡ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആർ ഇൻ്റർലിങ്ക്ഡ് ടു ഈച്ച് അതർ ടു ഫോം എ കോവാലൻ്റ് ബോണ്ട് നെറ്റ്വർക്ക്. സോ കോവാലൻ്റ് ബോണ്ട് സോളിഡ്സിൽ അല്ലെങ്കിൽ കോവാലൻ്റ് സോളിഡ്സിൽ രണ്ട് സെയിം ആറ്റംസ് തമ്മിൽ കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ഫോം ചെയ്യും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഡിഫറെൻറ്റ് ആറ്റംസ് തമ്മിൽ കമ്പൈൻ ചെയ്ത് എലമെൻറ്റ്സ് മോളിക്യൂൾസ് ഫോം ചെയ്യും. സോ അങ്ങനെ ഇവിടെ മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? കോവാലൻ്റ് ബോണ്ട് നെറ്റ്വർക്ക് വഴി ഇൻ്റർലിങ്ക് ചെയ്താണ് ഇവിടെ മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്. സോ ഇവയെ നമ്മൾ ദേ ആർ ഓൾസോ നോൺ ആസ് ജോയിൻറ്റ് മോളിക്യൂൾസ്. ഇവയെ ജോയിൻറ്റ് മോളിക്യൂൾസ് എന്നും പറയാറുണ്ട്. കോവാലൻ്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സിനെ ജോയിൻറ്റ് മോളിക്യൂൾസ് എന്നും പറയാറുണ്ട്. ദ ഇൻ്റർ പാർട്ടിക്കിൾ ഫോഴ്സസ് ആക്ടിങ് ബിറ്റ്വീൻ ദെം ആർ കോവാലൻ്റ് ബോണ്ട്. നമുക്കറിയാം കോവാലൻ്റ് സോളിഡ്സിലെ ഇൻ്റർ പാർട്ടിക്കിൾ ഫോഴ്സസ്, അതായത് പാർട്ടിക്കിൾസ് തമ്മിൽ കമ്പൈൻ ചെയ്തിരിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് കോവാലൻ്റ് ബോണ്ടാണ്. ദെൻ കോവാലൻ്റ് സോളിഡ്സ് ആർ ഓൾസോ നോൺ ആസ് നെറ്റ്വർക്ക് സോളിഡ്സ് because the covalent bond form a giant interlocked network like structure. ഇവയെ കോവാലൻ്റ് ബോണ്ടിനെ നമ്മൾ നെറ്റ്വർക്ക് സോളിഡ് എന്ന് പറയുന്നു, കാരണം ഇവിടെ ഈ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിരിക്കുന്നത് ഒരു നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചർ വഴിയായിട്ടാണ്, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് പോലെയുള്ള സ്ട്രക്ചർ വഴിയാണ് ഇവ തമ്മിൽ ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്നത്, കമ്പൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവയെ നെറ്റ്വർക്ക് സോളിഡ്സ് എന്നും പറയുന്നത്. ഉദാഹരണമായിട്ട് ഗ്രാഫൈറ്റ്, ഡയമണ്ട്, സിലിക്ക ഇതെല്ലാമാണ് കോവാലൻ്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സിന് എക്സാമ്പിൾസ് പറയുന്നത്. ദേ ആർ വെരി ഹാർഡ് ആൻഡ് ബ്രിറ്റിൽ. ഫോർ എക്സാമ്പിൾ ഡയമണ്ട് ഈസ് ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ വേൾഡ്. നമുക്കറിയാം കോവാലൻ്റ് സോളിഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഹാർഡാണ്, അതുപോലെ തന്നെ ബ്രിട്ടിലാണ്. സോ ഉദാഹരണമായിട്ട് ഡയമണ്ട് എന്ന് പറയുന്നത് വളരെ ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. ദെൻ കോവാലൻ്റ് സോളിഡ്സ് ആർ ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഇവയ്ക്ക് ഹൈ മെൽറ്റിംഗ് പോയിന്റ്സ് ആണുള്ളത്. Then covalent solids are poor conductors of heat and electricity. Exception is graphite, which is a good conductor of electricity. So ഇവ നോർമലി പുവർ കണ്ടക്ടേഴ്സ് ആണ്, അതായത് ഹീറ്റും ഇലക്ട്രിസിറ്റിയും എന്ന് പറയുന്നത് ഈ സോളിഡ്സ് വഴി പാസ് ചെയ്യില്ല. പക്ഷേ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് വളരെ എക്സെപ്ഷൻ ആണ്, ഇതിനൊരു എക്സെപ്ഷൻ ആണ്. കാരണം ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ദേ ഷോ ഹൈ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. ഇവയ്ക്ക് ഹൈ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ആണുള്ളത്. സോ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്താണ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തതാണ്. ദെൻ although graphite is a covalent solid, it shows two exceptional properties due to its typical structure. നമുക്കറിയാം ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് കോവാലൻ്റ് ആണ്. കോവാലൻ്റ് ബോണ്ട്സിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ കോവാലൻ്റ് സോളിഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹാർഡാണ്, ബ്രിട്ടിലാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. മാത്രമല്ല ഗ്രാഫൈറ്റിൻ്റെ ഒരു പ്രത്യേക സ്ട്രക്ചർ കാരണം, അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ഒരു കോവാലൻ്റ് സോളിഡ് ആണെങ്കിൽ തന്നെ ഇവ രണ്ട് എക്സെപ്ഷണൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. കാരണം അവയുടെ പ്രത്യേക ഒരു സ്ട്രക്ചർ വഴി എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ഈസ് സോഫ്റ്റ്. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് സോഫ്റ്റ് ആണ്. അടുത്ത പ്രോപ്പർട്ടി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഗ്രാഫൈറ്റ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോളിഡ്സ് ആണ്. സോ
അതെല്ലാം ഒന്ന് ക്രോഡീകരിച്ചാണ് ഈ ടേബിളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സമൂഹം നമുക്കൊന്ന് റിവൈസ് ചെയ്യാം നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് എന്താണ്? മോളിക്കുലാർ സോളിഡ്. മോളിക്കുലാർ സോളിഡ്സിനെ വീണ്ടും മൂന്നായി ക്ലാസിഫൈ ചെയ്യുന്നു: നോൺ പോളാർ, പോളാർ, ഹൈഡ്രജൻ ബോണ്ടഡ്. മോളിക്കുലാർ സോളിഡ്സിൻ്റെ എല്ലാം കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആണ്. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ് എന്ന് പറയുമ്പോൾ അതിൽ അട്രാക്റ്റീവ് ഫോഴ്സസ് എന്ന് പറയുന്നത് ലണ്ടൻ ഫോഴ്സസ് ആണ്. അതേസമയം പോളാർ മോളിക്കുലാർ സോളിഡ് അട്രാക്റ്റീവ് ഫോഴ്സസ് എന്ന് പറയുന്നത് ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ ആണ്. അതുപോലെ ഹൈഡ്രജൻ ബോണ്ടഡിലെ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ദെൻ ഓരോന്നിനും എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. നോൺ പോളാർ എന്ന് പറയുമ്പോൾ ആർഗൺ, CCl4. ദെൻ അതുപോലെ തന്നെ പോളാറിലെ എക്സാമ്പിൾ HCl, SO2. ദെൻ ഹൈഡ്രജൻ ബോണ്ടിങ് എക്സാമ്പിൾ H2O. ദെൻ അതിൻ്റെ ഫിസിക്കൽ നേച്ചർ നോൺ പോളാർ മോളിക്യൂൾസ് എന്ന് പറയുന്നത് സോഫ്റ്റ് ആണ്. അതുപോലെ പോളാർ മോളിക്യൂളും സോഫ്റ്റ് ആണ്. അതേസമയം ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയുന്നത് ഹാർഡാണ്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, സോ ഇത് മൂന്നും ഇൻസുലേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, അതായത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല. മെൽറ്റിംഗ് പോയിന്റ്, നോൺ പോളാർ മോളിക്കുലാർ സോളിഡിന് വെരി ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. എങ്ങനെ? പോളാറിനെയും ഹൈഡ്രജൻ ബോണ്ടഡിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിന് വെരി ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഇനി അടുത്തത് അയോണിക് സോളിഡ്. അയോണിക് സോളിഡ്സിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്താണ്? അയോൺസ് ആണ്. സോ അവ തമ്മിൽ കമ്പൈൻ ചെയ്തിരിക്കുന്നത് ഒരു സ്ട്രോങ് കൂളംബിക് ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വഴിയാണ് അവ കമ്പൈൻ ചെയ്തിരിക്കുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്: NaCl, MgO, ZnS, CF2. ദെൻ ഫിസിക്കൽ സ്ട്രക്ചർ എങ്ങനെയാണ്? ഇവ ഹാർഡാണ് ബട്ട് ബ്രിട്ടിൽ, അതായത് കട്ടി കൂടിയതാണ് പക്ഷേ എന്നാൽ പൊട്ടിപ്പോകുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണ് അയോണിക് സോളിഡ്സിൻ്റെ. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എങ്ങനെയാണ്? ഇൻസുലേറ്റേഴ്സ്, സോളിഡ് സ്റ്റേറ്റിൽ ഇൻസുലേറ്റേഴ്സ് ആയിട്ടും അതുപോലെ തന്നെ മോൾട്ടൻ സ്റ്റേറ്റിൽ അത് കണ്ടക്ടേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇൻസുലേറ്റേഴ്സ് ഇൻ സോളിഡ് സ്റ്റേറ്റ് ബട്ട് കണ്ടക്ടേഴ്സ് ഇൻ മോൾട്ടൻ സ്റ്റേറ്റ്. ദെൻ അതിന് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. അയോണിക് സോളിഡ്സിന് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണുള്ളത്. നെക്സ്റ്റ് വൺ മെറ്റാലിക് സോളിഡ്. മെറ്റാലിക് സോളിഡ്സ് എന്ന് പറയുമ്പോൾ അതിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്താണ്? പോസിറ്റീവ് അയോൺസ് ഇൻ എ സീ ഓഫ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ്. നമ്മളെ പിക്ചർ കണ്ടല്ലോ, ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ലൊക്കേഷൻ ഒന്നുമില്ല, ഡീലോക്കലൈസ്ഡ് ആണ്. സോ സീ ഓഫ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ, 3 ഇലക്ട്രോൺസ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് ഈ പോസിറ്റീവ് അയോൺസ് അവിടെ സ്ഥിരമായി സ്ഥിതി ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് പോസിറ്റീവ് അയോൺസ് ഇൻ എ സീ ഓഫ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ. സോ അവയെ ബോണ്ടിങ് എന്ന് പറയുന്നത് മെറ്റാലിക് ബോണ്ടിങ് ആണ്. എക്സാമ്പിൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫിസിക്കൽ നേച്ചർ എന്ന് പറയുന്നത് ഹാർഡ് ബട്ട് മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ. മെറ്റാലിക് സോളിഡ്സ് മാലിയബിൾ ആണ്, അതുപോലെ തന്നെ ഡക്റ്റൈൽ ആണ്. മാത്രമല്ല അവ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സോളിഡ് സ്റ്റേറ്റിൽ അതുപോലെ തന്നെ മോൾട്ടൻ സ്റ്റേറ്റിലും ഇവ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. നമുക്കറിയാം മെറ്റൽസ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതാണ്. അവയുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഫെയർലി ഹൈ ആണ്. നെക്സ്റ്റ് വൺ കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ്. സോ കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ് എന്ന് പറയുമ്പോൾ അവയിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്താണ്? ആറ്റംസ് ആണ്. അവയിലെ ബോണ്ടിങ് വരുന്നത് കോവാലന്റ് ബോണ്ടിങ് ആണ്. അതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ക്വാർട്സ്, ഡയമണ്ട്സ് ഇവയാണ്. ക്വാർട്സ്, ഡയമണ്ട്സ്, ഗ്രാഫൈറ്റ് ഇവയെല്ലാമാണ് കോവാലന്റ് സോളിഡ്സിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. സോ ഇവയിൽ തന്നെ നമുക്കറിയാം 2 പ്രോപ്പർട്ടിയാണ് വരുന്നത്, ഹാർഡ് അതുപോലെ തന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടി. നോർമലി കോവാലന്റ് സോളിഡ്സ് ഹാർഡ് ആണ്, പക്ഷേ ഗ്രാഫൈറ്റിൻ്റെ ഒരു കേസ് വരുമ്പോൾ അതിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ കാരണം അതിൻ്റെ എന്ന് പറയുന്നത് സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ നോർമലി എല്ലാ കോവാലന്റ് സോളിഡ്സും ഇൻസുലേറ്റേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് എക്സെപ്റ്റ് ഗ്രാഫൈറ്റ് കണ്ടക്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദെൻ മെൽറ്റിംഗ് പോയിന്റ് വെരി ഹൈ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലല്ലോ. ഒപ്പം ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണേ. അതോടൊപ്പം ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്